ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ മാറ്റിയിട്ടുണ്ട് എന്നറിയുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വിവരങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പല ട്വിറ്റർ അക്കൗണ്ടുകളും ഒക്കെ അല്ലെങ്കിൽ അവിടെ നിന്ന് വിവരം കിട്ടിക്കൊണ്ടിരുന്ന പല വെബ്സൈറ്റുകളും ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല. എങ്കിലും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളിൽ കറാച്ചിയിൽ, ഇസ്ലാമാബാദിൽ, ലാഹോറിൽ, പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലൊക്കെ അവരും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അവിടേക്ക് എത്തുന്നതായി അവർ ഭയപ്പെടുന്നുണ്ട്. ഏത് നിമിഷവും പാക് മണ്ണിൽ ഇന്ത്യൻ പടവിമാനങ്ങൾ, പോർവിമാനങ്ങൾ. സുജിത്ത്, നമ്മളിപ്പോ കുറച്ച് ഈ 1.5 മണിക്കൂർ മുൻപ് തന്നെ നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പൊ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ അതിശക്തമായി ആക്രമണം, ഇവിടേക്ക് പ്രകോപനം തീർക്കുന്നുണ്ട്. ഈ ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു എന്നും പറഞ്ഞു. ഇപ്പോഴും ആ ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല, പൂർണ്ണമായും പാകിസ്ഥാൻ പിൻവാങ്ങിക്കഴിഞ്ഞു നമ്മുടെ അതിർത്തി മേഖലയിൽ നിന്ന്. ഇപ്പോൾ സീൻ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ അങ്ങോട്ട് കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകളിൽ നിന്നും, നമുക്ക് കിട്ടുന്ന പല സോഴ്സുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. വാർത്താ സോഴ്സുകളിൽ നിന്നടക്കം ഇസ്ലാമാബാദിൽ ഒരു വീടിന് സമീപമാണ് സ്ഫോടനം നടന്നത്. ഷാബ് ഷെരീഫിനെ വീട്ടിൽ നിന്ന് മാറ്റി എന്നറിയുന്നു. ഒപ്പം ആദ്യത്തെ 2 മണിക്കൂറുകളിൽ ഈ ഒരു കനത്ത പോരാട്ടത്തിന്റെ വലിയ വാർത്ത വന്ന ആദ്യത്തെ 2 മണിക്കൂറുകളിലാണ് ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ, അതായത് യുദ്ധവിമാനങ്ങൾ അടക്കം പാകിസ്ഥാൻ എത്തിച്ചു എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞത്. പക്ഷേ 50ഓളം ഡ്രോണുകൾ, 8 മിസൈലുകൾ, 3 പാക് വിമാനങ്ങൾ, ഇവയടക്കം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ തകർത്തു. ഇത് ഇന്ത്യയുടെ സൈന്യവും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കാഷ്വാലിറ്റികൾ ഇവിടെ ഉണ്ടായിട്ടില്ല, ആർക്കും അപകടം ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ സ്ഥിരീകരിക്കുന്നു. ആക്രമണം നടന്നു, സ്ഫോടനം നടത്താൻ ശ്രമിച്ചു, എന്നാൽ അതിനെ പരാജയപ്പെടുത്തി. പകരം നേരത്തെ പറഞ്ഞതുപോലെ അത് സൈന്യത്തിന്റെ ഭാഷയാണ്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. കൈനറ്റിക് ആൻഡ് നോൺ കൈനറ്റിക് മെത്തേഡുകളിലൂടെ ഇന്ത്യ ഈ ആക്രമണ ശ്രമങ്ങളെ നിർവീര്യമാക്കി എന്നാണ് സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പകരം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചില വിവരങ്ങൾ: ഒരു F-16 വിമാനം, ഒരു JF-17 വിമാനം, അതേപോലെ ഒരു അവാക്സ് വിമാനം, അതൊരു നിരീക്ഷണ വിമാനമാണ്. എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ വിമാനമാണ്. ഇത് പഞ്ചാബ് പ്രവിശ്യയിൽ വെടിവെച്ചിട്ടതായിട്ടാണ് നമുക്ക് വിവരം കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നാവികസേന, കരസേന, വ്യോമസേന, 3 സേനകളും ഒരേ സമയം ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ചലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആഭ്യന്തര സുരക്ഷാ നിർദ്ദേശങ്ങളും ഇന്ത്യ കഠിനമാക്കുകയാണ്. ഇന്ത്യ അതേപോലെ സംസ്ഥാന DGPമാരെ അടക്കം വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാനും സംസാരിക്കാനും ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് ഓരോ സംസ്ഥാന DGPമാരുമായും സംസാരിക്കും, അല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കും എന്നാണ് അറിയുന്നത്. അതിനോടൊപ്പം തന്നെ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അമിത്ഷാ അതിർത്തി സേനകളുടെ, നമ്മുടെ വിവിധ BSF അടക്കം വിവിധ അതിർത്തി സേനകളുടെ യോഗം വിളിച്ച് അതിന്റെ ഡയറക്ടർ ജനറലുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിമാനത്താവള സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം CISF ഡയറക്ടർ ജനറലുമായും സംസാരിച്ചു. 24 വിമാനത്താവളങ്ങൾ അടിയന്തരമായി അടച്ചിടാൻ നിർദ്ദേശം നൽകി. ഒപ്പം ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ ഒരേ സമയം ആക്രമണം തുടങ്ങി. ഇസ്ലാമാബാദിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ വരെ സ്ഫോടനമുണ്ടായി. പാക് പ്രധാനമന്ത്രിയുടെ വീടിനടുത്ത് സ്ഫോടനം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം സ്ഥിരീകരിക്കാവുന്ന ചില വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, INS വിക്രാന്ത് എന്ന ഇന്ത്യയുടെ ഏറ്റവും ശക്തിയുള്ള പടക്കപ്പലിനെ ഇന്ത്യ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു. കാർവാർ മേഖലയിലേക്ക് നീങ്ങിയ INS പടക്കപ്പലിന്റെ മട്ടുപ്പാവിൽ നിന്നും യുദ്ധവിമാനങ്ങൾ കുതിച്ചുയരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കറാച്ചി ആക്രമിക്കണമെങ്കിൽ, കറാച്ചി തുറമുഖത്തേക്കൊക്കെ എത്തണമെങ്കിൽ ഈ മേഖലയിൽ നിന്ന് INS വിക്രാന്ത് അടക്കമുള്ള പടക്കപ്പലുകൾ, സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് സാധ്യമാകൂ. വ്യോമസേനയാണ് ആദ്യഘട്ടത്തിൽ പ്രതിരോധവും പ്രത്യാക്രമണവും നടത്തിയതെങ്കിൽ ഇപ്പോൾ നാവികസേനയും അതോടൊപ്പം ചേർന്നിരിക്കുന്നു. അതിർത്തിയിലുടനീളം പൂഞ്ച്, രജൌരി തുടങ്ങിയ മേഖലകളിലൊക്കെ ഉടനീളം ഷെല്ലാക്രമണം തുടരുന്നുണ്ട്, മോർട്ടാർ ആക്രമണം തുടരുന്നുണ്ട്. പാകിസ്ഥാൻ കുറച്ചുകൂടി ശക്തിയുള്ള, അതായത് സാധാരണ ഉപയോഗിക്കുന്ന തോക്കും മോർട്ടാറും ഒക്കെ അല്ലാതെ അതിനു മേലെ ശക്തിയുള്ള ആയുധങ്ങൾ അതിർത്തിക്കപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് പ്രയോഗിച്ചതായിട്ടൊക്കെ സൈന്യം അല്പം മുമ്പ് പറയുന്നുണ്ടായിരുന്നു. അതിന് തീർച്ചയായും ഇന്ത്യ പ്രതിരോധം തീർക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിർത്തിയിൽ ഉടനീളം കരസേനയുടെ പ്രതിരോധം നടക്കുന്നു. പോലീസ് സംവിധാനങ്ങളോട് സജ്ജമാകാൻ സംവിധാനം ആവശ്യപ്പെടുന്നു. നാവികസേന INS വിക്രാന്തിൽ നിന്ന്
മിസൈലുകൾ എയ്തു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ കരുത്തുറ്റ വ്യോമസേനയും ഇപ്പോൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ സിവിലിയൻസിന് പ്രത്യേകിച്ച് ഒരു അപകടവും ഉണ്ടാകാതിരിക്കാനുള്ള വലിയ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. വിമാനത്താവളങ്ങൾ 24 എണ്ണം അടച്ചെന്നുള്ളത് ശരി തന്നെ.